കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അവള് പോയി വേണ്ട. അതെന്താ മോനെ, ഒരു ചായ കുടിക്കാനുള്ള ബന്ധം പോലും നമ്മൾ തമ്മിലില്ലേ? കുടിക്കും. അവള് മോനോട് ചെയ്ത തെറ്റിന് ഞങ്ങളെ ശിക്ഷിക്കരുത്. മോനെ ഞങ്ങൾ അവിശ്വസിച്ചിട്ടില്ല. മോൻ എന്തായാലും അവളോട് സംസാരിക്കും. മോൻ വിളിച്ച അവള് വരും. ഇപ്പൊ തന്നെ അവളെ തിരിച്ചു കൊണ്ടുപോയാൽ അത്രയും നല്ലത്. ദേവി, എനിക്ക് ശക്തി തരണേ. ഏട്ടൻ തിരികെ വിളിച്ച ഞാൻ എന്താ പറയാ? രക്ഷിക്കണേ ദേവി. നിന്നോട് സംസാരിക്കാനാണ് ജ്യോതി എന്റെ മരുമകൻ വന്നത്. സംസാരിക്കും. വാ. ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാൻ വന്നല്ല. എന്റെ സത്യസന്ധതയും നിസ്സഹായതയും ഇവരെയെങ്കിലും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ഒരു ചുമതല എനിക്കുണ്ടായിരുന്നു. അമരാവതിയിൽ നിന്ന് നീ ഇറങ്ങിപ്പോന്നതിന്റെ പേരിൽ ഇവരെന്നെ കുറ്റപ്പെടുത്തരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമകന് വിശ്വാസമാണ്. ജ്യോതി, ഇപ്പൊ തന്നെ നീ DKയുടെ കൂടെ തിരിച്ചു പോകണം. നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് എന്റെ ഭർത്താവിനെ വിശ്വാസമാണ്. ഈ നെഞ്ചിൽ വീണൊന്ന് പൊട്ടിക്കരയാൻ എന്റെ മനസ്സ് എത്ര കൊതിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. ഒരുപാട് മുറിവേൽപ്പിച്ചു ഞാൻ. എത്ര വട്ടം ആ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞാലും ഞാൻ ചെയ്ത തെറ്റിന് അതൊന്നും പകരമാവില്ല. കൂടെ പോവാൻ 1000 വട്ടം മനസ്സ് കൊതിക്കുന്നുണ്ട്. പക്ഷെ പറ്റില്ലല്ലോ. ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുക. പറഞ്ഞത് നീ കേട്ടില്ലേ? DKയുടെ കൂടെ ഇപ്പൊ തന്നെ നീ തിരിച്ചു പോണോന്ന്. വേണ്ട. ജ്യോതി അമരാവതിയിൽ നിന്ന് ആരും ഇറക്കി വിട്ടിട്ടില്ല. എന്നെങ്കിലും എന്നെ വിശ്വാസമാകുന്ന സമയത്ത്
നീ തിരികെ വന്നാൽ മതി. പക്ഷേ ഒന്ന് നീ അറിയണം, അവിടെ നിന്നെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്ന ഒരു അമ്മയുണ്ട്. ആ അമ്മയുടെ മനസ്സിനെയാ നീ മുറിവേൽപ്പിച്ചത്. എന്നെക്കാളേറെ അമ്മ നിന്നെ സ്നേഹിച്ചു, വിശ്വസിച്ചു. എനിക്കൊരു അപകടം വന്നാൽ നീ എൻ്റെ ഒപ്പം ഉണ്ടാവുമെന്ന് അമ്മ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് നീ തകർത്തത്. നീ കണ്ട കാഴ്ച നിനക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അതൊക്കെ നിന്റെ സ്വാതന്ത്ര്യം. പക്ഷെ ഒന്ന് മാത്രമേ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളൂ. ഒരു ഭാര്യയുടെ ജീവിതത്തിൽ എവിടെയാണ് ഭർത്താവിന്റെ സ്ഥാനം? ഭർത്താവിന്റെ ഉയർച്ചകളിൽ അഭിമാനിക്കുകയും ഭർത്താവിന്റെ സന്തോഷങ്ങളിൽ മാത്രം പങ്കുചേരുകയും ചെയ്യേണ്ടവളാണോ ഭാര്യ? ഒരു മരുമകൻ എന്ന നിലയിൽ എനിക്ക് നിന്റെ അച്ഛനോടും അമ്മയോടും ഒരു കടമയുണ്ടായിരുന്നു. അത് ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. ഇവർക്ക് പോലും എന്നെ മനസ്സിലായി. മോളെ, ആരൊക്കെയോ ചേർന്ന് നിന്റെ ഭർത്താവിനെ ചതിച്ചു. നീ അന്ന് കണ്ടതൊക്കെ സത്യമാണ്. പക്ഷേ കണ്ണിൽ കണ്ടത് സത്യമല്ലെന്ന് നിന്റെ ഭർത്താവ് പറഞ്ഞിട്ടും നീ അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. അമരാവതിയിലുള്ള മറ്റെല്ലാവരും, ഞങ്ങളും DK പറയുന്നതാണ് വിശ്വസിക്കുന്നത്. മോളെ, നീ ഇപ്പൊ തന്നെ തിരിച്ചു പോണം. എന്തു പറയുന്നു? പറ്റില്ല, ഞാൻ പോവില്ല. ഞാനൊരു ഭാര്യയാണ്. ഭർത്താവിന് ഭാര്യയോട് ചില കടമകൾ കൂടിയുണ്ട്. എന്റെ ഏത് കടമകളാ ഞാൻ നിർവഹിക്കായിരുന്നത്? കടമകൾ ഭർത്താവിന് മാത്രമല്ല, ഭാര്യയ്ക്കുമുണ്ട്. ഭർത്താവിനെ തള്ളിപ്പറയുന്നവര് ഇടയ്ക്ക് അതുകൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതാ. എന്റെ മരുമക്കൾ ഇവിടെ വന്ന് എന്നെ വിളിച്ചു. അത് പാടില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞതാ. പക്ഷെ അവരത് കേട്ടില്ല. ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാനാണ് ഇപ്പം ഞാൻ വന്നത്. എന്നെ വിശ്വാസമില്ലാത്തവരെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. നിന്റെ ഇഷ്ടത്തിന് നീ ഇറങ്ങിപ്പോന്നു. പക്ഷേ നീ ആഗ്രഹിക്കുമ്പോൾ തിരിച്ചു വരാൻ അതൊരു വഴിയമ്പലമല്ല. അത് DKയുടെ അമരാവതിയാണ്. ഇനി എന്റെ തീരുമാനത്തിന് വേണ്ടി നിനക്ക് കാത്തിരിക്കേണ്ടി വരും. ഓർത്തോ? ഇതൊന്ന് നിന്റെ മുഖത്ത് നോക്കി പറയാനാ ഞാൻ വന്നത്. ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാനാണ് ഇപ്പം ഞാൻ വന്നത്. എന്നെ വിശ്വാസമില്ലാത്തവരെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. നിന്റെ ഇഷ്ടത്തിന് നീ ഇറങ്ങിപ്പോന്നു. പക്ഷേ നീ ആഗ്രഹിക്കുമ്പോൾ തിരിച്ചു വരാൻ അതൊരു വഴിയമ്പലമല്ല. അത് DKയുടെ അമരാവതിയാണ്. ഇനി എന്റെ തീരുമാനത്തിന് വേണ്ടി നിനക്ക് കാത്തിരിക്കേണ്ടി വരും. ഓർത്തോ? ഹിറ്റ്ലറെ, എനിക്കിപ്പോ ഒന്നും തുറന്നു പറയാൻ കഴിയില്ല. എന്നോട് ക്ഷമിക്കണം. എന്റെ ഹിറ്റ്ലറിന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മാപ്പ്. എന്നോട് പിണങ്ങരുത് കേട്ടോ.
ഞാനിങ്ങ് തിരികെ വന്നിട്ട് പറയാം. ഉം? കള്ളൻ നോക്കി ചിരിക്കുന്ന കണ്ടില്ലേ? എന്റെ ജീവനാ. ഇപ്പൊ എനിക്ക് നീയാണല്ല. എന്റെ ഓരോ ചെറിയ കാര്യത്തിലും ദാ ഇതുപോലെ നീ കൂടെ വേണമെന്ന് എന്റെ മനസ്സാഗ്രഹിക്കുന്നു. ജീവിതത്തിൽ ഇതുവരെ ഞാൻ അനുഭവിച്ച എല്ലാ സന്തോഷങ്ങൾക്കും മേലെയാണ് ഈ സന്തോഷം. നീ എനിക്ക് വേണ്ടി മാത്രം ജനിച്ചവളാ. അച്ഛൻ വിഷമിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അമ്മ എന്താ എല്ലാരും കൂടി ഇനി എന്നെ വിചാരണ ചെയ്യാനുള്ള പുറപ്പാടിലാണോ? എല്ലാവരെയും വിധിക്കുന്നത് ഇപ്പൊ ചേച്ചിയല്ലേ. ശിക്ഷ അനുഭവിക്കുന്ന ഞങ്ങൾ മറ്റുള്ളവരും. അതിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അതൊന്ന് കേൾക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കണ്ടേ? അത്രയ്ക്ക് അഹങ്കാരമല്ലേ ഇവൾക്ക്? ആശാലത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും തീരുമാനമെടുക്കാനുമുള്ള പ്രായവും പക്വതയൊക്കെ ആയി. മക്കള് നമ്മളെക്കാൾ വളർന്നാ പിന്നെ അവർക്ക് നമ്മുടെ ആവശ്യമില്ല. ചേച്ചി, വക്കീൽ ഓഫീസിൽ പല കേസുകളും വരാറുണ്ട്. ഭാര്യയും ഭർത്താവും ഇണങ്ങിയും പിണങ്ങിയും പോയിട്ടുണ്ട്. പക്ഷേ ഏത് കേസിലും ഒരു ന്യായവും നീതിയും ഉണ്ട്. ജയപ്രകാശ് ആ കാര്യം പറഞ്ഞാൽ മതി, ഇങ്ങനെ വളച്ചു കെട്ടണ്ട. ചേച്ചി, വിഘ്നേഷ് രാവിലെ അമരാവതി വന്നിരുന്നു, അറിഞ്ഞിരുന്നോ? ഇല്ല, എനിക്ക് അതറിയേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചി അതെന്താ അവിടെയുള്ളവരെയൊക്കെ ചേച്ചി മറന്നുപോയോ? അത്രയ്ക്ക് നന്ദിയില്ലാത്തവളാണോ എന്റെ ചേച്ചി? പിന്നെ കൊട്ടക്കണക്കിന് നന്ദിയല്ലേ അവളുടെ കയ്യിലിരിക്കുന്നത്. ആശാലത് നീ ഒന്നും മിണ്ടാതിരി, അവര് സംസാരിക്കട്ടെ. അധികം സംസാരിക്കാനൊന്നുമില്ല, ഒന്നേ പറയാനുള്ളൂ. ഇതെല്ലാം ആ വിഘ്നേഷിന്റെ കളിയാണ്. ആ പെണ്ണ് ഹേമലത അടിമുടി ഫേക്കാ. അവളുടെ യഥാർത്ഥ പേര് പോലും അതല്ല. അവൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ആ എംപിയുടെ ഇറക്കുമതി ആയിരിക്കും. ഏട്ടനെ കുരുക്കാൻ വേണ്ടി അയാൾ ഉണ്ടാക്കിയ നാടകമായിരിക്കും ചേച്ചി ഇതൊക്കെ. ചേച്ചി ഇനിയും ചേച്ചി വാശി പിടിക്കരുത്. അമരാവതിയിലേക്ക് ഒന്ന് തിരിച്ചു പോ ചേച്ചി. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് എത്ര കാലം ജീവിക്കും? ഞങ്ങൾക്ക് എങ്ങനെ ഇവളെ നോക്കാൻ പറ്റും? എന്നെ ആരും നോക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. പിന്നെ നീ ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ വാശി പിടിക്കുവാന്ന്. എങ്ങനെ ഇപ്പൊ നിനക്കത് പറയാൻ തോന്നിയത്? ഞാൻ എങ്ങനെയാ DKയുടെ ഭാര്യയായത്? ഓർക്കുന്നുണ്ടോ നീ? നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടാ ഞാൻ DKയുടെ ഭാര്യയായത്. നിന്നെ എല്ലായിടത്തുനിന്ന് രക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ ഫലോ എന്റെ ജീവിതം പോലും ഇങ്ങനെയായത്. അമലെ പിടിച്ചോണ്ടൊന്ന് ശിവയെ കൊണ്ട് കെട്ടിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണോ? അതിന്റെ പ്രതികാരം ചെയ്യാനല്ലേ ആ MP ഇപ്പൊ വന്നത്. മോളെ, ഈ കുടുംബത്തിന് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും നീ ഒരുപാട് ത്യാഗം സഹിച്ചു, ശരിയാണ്. പക്ഷേ സ്വന്തം ജീവിതം എറിഞ്ഞുടച്ച് നീ അമരാവതിയിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ തീരുമാനമെടുത്തത് ശരിയായില്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഭർത്താവിനെ ഉപേക്ഷിക്കാൻ നിന്നോട് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? നമ്മളിങ്ങനെ ചുമ്മാ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. ഇവളുണ്ടാക്കിയ പ്രശ്നം ഇവള് തന്നെ പരിഹരിക്കണം, അതാ നല്ലത്. അതെ, അതന്നെ എന്റെ തീരുമാനം. എന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് ഞാൻ തന്നെയാണല്ലോ. ഇതുകൊണ്ടുണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ അങ്ങ് സഹിച്ചോളാം. പിന്നെ എനിക്ക് വേണ്ടി മധ്യസ്ഥ പറയാൻ ആരും അമരാവതിയിലേക്ക് പോയേക്കരുത്. തൽക്കാലം അമരാവതിയിലേക്ക് തിരിച്ചു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
കണ്ടില്ലേ അവളുടെ അഹങ്കാരം? അമ്മേ, അമ്മ പോകാൻ തന്നെ തീരുമാനിച്ചോ? യെസ്, ഐ ആം ഗോയിങ്. അമ്മ അവളുടെ കാല് പിടിക്കാൻ പോവാണോ? ആര് പറഞ്ഞടി ഞാൻ കാല് പിടിക്കാൻ പോവാന്ന്? മരുമോടേന്നല്ല, ഞാൻ ആരുടെ കാല് പിടിക്കാനും പോകുന്നില്ല. പിന്നെ അമ്മ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്? അവിടെ പോയി അവളോട് തിരിച്ചു വാന്ന് പറഞ്ഞാൽ ഉടനെ അവള് തിരിച്ചു വരുമെന്നാണ് അമ്മ കരുതിയത്. അമ്മേ, ജ്യോതിക്കിപ്പൊ നമ്മൾ പറയുന്നൊന്നും അല്ല കാര്യം. അവളുടെ സ്വന്തം തീരുമാനം മാത്രമേ അവളിപ്പോ അംഗീകരിക്കൂ. അവളുടെ കാര്യമൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എന്റെ പ്രശ്നം ഈ വീടിന്റെ അഭിമാനമാണ്. എന്റെ മോന്റെ ജീവിതത്തിന് സന്തോഷം ഉണ്ടാവണം. അതിന് അവൾ തിരിച്ചു വരണമെന്നാ എന്റെ അഭിപ്രായം. നിങ്ങൾ പോകുന്നതിനൊന്നും അല്ല ഞാൻ പോകുന്നത്. ഞാൻ പോയാലേ അവളെയും കൊണ്ടേ തിരിച്ചു വരും. ജസ്റ്റ് വെയിറ്റ് ഹിയർ, ഐ ആം ഗോയിങ് സരോവരം. ഇവനിങ് എത്തിയോ? ഇവനിത് എവിടെ പോയതായിരുന്നു? അമ്മ ഇത് എങ്ങോട്ട് പോകാൻ റെഡിയായി നിൽക്കുന്നത്? അത് പിന്നെ ഞാൻ നിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുക. എന്നെ ഹെൽപ്പ് ചെയ്യാനോ? എന്നെ എന്ത് ഹെൽപ്പ് ചെയ്യാൻ? അല്ല, നിന്റെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ തീർക്കാനേ ഞാൻ തന്നെ മുന്നോട്ട് അങ്ങ് ഇറങ്ങാൻ തീരുമാനിച്ചു. അമ്മ ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ പോയിട്ട് അമ്മ പോയി ജ്യോതിയെ തിരിച്ചു വിളിച്ചുകൊണ്ടുവരാൻ തീരുമാനിച്ചു. ചെന്ന് വിളിച്ചാൽ ഉടനെ അവൾ ഇങ്ങോട്ട് വരുമെന്നാണോ അമ്മയുടെ വിചാരം? അമ്മ പോകണ്ടെന്ന് ഞങ്ങൾ പറയായിരുന്നു ഡി.കെ. നോ 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 നോ, ഇതെന്റെ മകന്റെ ലൈഫാ. ഇതെനിക്ക് സേഫ് ആക്കിയേ പറ്റൂ. അതിനവള് തിരിച്ചു വന്നേ പറ്റൂ. മൈ സൺ, ഐ ആം ഗോയിങ് ദ സരോവരം. മീറ്റ് യുവർ വൈഫ്, റിട്ടേൺ യുവർ വൈഫ്. എടാ, നീ പേടിക്കണ്ടടാ, നിന്റെ വൈഫിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അമ്മ ഇനി സരോവരത്തിലേക്ക് പോകണ്ട. എടാ, നീ എന്താ ഈ പറയുന്നേ? അമ്മ ഇനി ജ്യോതി വിളിക്കാൻ സരോവരത്തിലേക്ക് പോകണ്ടെന്ന്. ഞാനിപ്പോ സരോവരത്തിലേക്ക് പോയിട്ടാ വരുന്നത്. അവളുടെ അച്ഛനെയും അമ്മയും കണ്ടു, അവളെയും കണ്ടു. കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിക്കുകയും ചെയ്തു. അവളുടെ അച്ഛനും അമ്മയ്ക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവൾക്കിനിയും നേരം വെളുത്തിട്ടില്ല, കാര്യങ്ങൾ മനസ്സിലായിട്ടുമില്ല. അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് അവളുടെ ഇഷ്ടപ്രകാരം. പക്ഷേ ഇനി അവൾ തിരിച്ചു വരുന്നത് എന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. അത്ര വേഗമൊന്നും അവൾക്ക് ഈ അമരാവതിയുടെ പടികടക്കാൻ കഴിയില്ല. എടാ മോനെ, നീ അങ്ങനൊന്നും പറയാതെ. എടാ, അവളൊരു പെണ്ണാ. അവള് മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് പെണ്ണായി ജനിച്ചത്. നിങ്ങളാരും സ്ത്രീകളല്ലേ? നിങ്ങളൊക്കെ ഇങ്ങനെയാണോ പെരുമാറുന്നത്? എടാ ദേവ, അതുകൊണ്ടല്ലടാ. അവള് നിന്നെ ഒരുപാട് ലവ് ചെയ്യുന്നുണ്ടടാ. ഓ പിന്നെ, ലവ് കൂടിപ്പോയാലും കുഴപ്പം. അത് കൂടിപ്പോയന്റെ ഇപ്പൊ ഈ അനുഭവിക്കുന്ന. കണ്ണ, നീ ഇവര് പറയുന്ന ഒന്നും കാര്യാക്കണ്ട. സത്യം ഇതൊന്നും അല്ലടാ. പിന്നെന്താ സത്യം? അമ്മ തന്നെ പറ. എടാ, നിന്നോടവക്ക് തീർത്താ തീരാത്ത ലവ് ഉണ്ടെന്ന് 100% ഈ അമ്മയ്ക്ക് ഉറപ്പാ. പക്ഷെ ആ കേസിൽ നിന്നെ പോലീസ് പിടിച്ചപ്പോ അവളെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോയതാടാ. നിന്റെ സ്ഥാനത്ത് അവളായിരുന്നെങ്കിൽ നീ സഹിക്കുമായിരുന്നോ? അത്രേ അവളും ചെയ്തിട്ടുള്ളൂ. ഇത് വലിയ ആനക്കാരിയൊന്നും അല്ല. സ്നേഹിക്കുന്നത് മാത്രമല്ല, ക്ഷമിക്കുന്നതും കൂടിയാ ലവ്. അതുകൊണ്ട് എന്റെ മോൻ അങ്ങ് ക്ഷമിക്കുക. അമ്മ പോയിട്ട് അവളെ ഇങ്ങ് വിളിച്ചോണ്ട് വരാം. എടാ, ഞാൻ വിളിച്ചാലേ അവളിങ്ങ് വരൂടാ. വേണ്ട, തൽക്കാലം അമ്മയെന്നല്ല, ഇവിടെ ആരും ഞാൻ പറയാതെ സരോവരത്തിലേക്ക് പോകാൻ പാടില്ല. അഥവാ ഞാൻ അറിയാതെ ആരെങ്കിലും പോയി അവളെ വിളിച്ചോണ്ട് വന്നാൽ പിന്നെ അവള് മാത്രമേ അമരാവതിയിലുണ്ടാവൂ.
ഞാനുണ്ടാവില്ല.